വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നിയമസഭ മരവിച്ച വിജ്ഞാപനം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ സർക്കാർ തുടരും. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഉണ്ടായ സംസ്ഥാനം ഏത്? മണിപ്പൂരാണ് ആൻസർ. 21 മാസമായി കലാപം നടക്കുന്ന മണിപ്പൂരിൽ നിയമസഭ മരവിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. രാജിവെച്ച മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താൻ BJP നേതൃത്വത്തിന് കഴിയാതിരുന്നതിനെ തുടർന്നാണ് നടപടി. നിയമസഭ വിടാതെ മരവിപ്പിക്കുന്നതിനെ സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു പുതിയൊരു ഫാക്റ്റാണ്. നിയമസഭ പിരിച്ചുവിടാതെ മരവിപ്പിക്കുന്നതിനെയാണ് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ വീണ്ടും BJP സർക്കാർ അധികാരത്തിലെത്തുന്നു. 2027 മാർച്ച് വരെയാണ് നിലവിലെ നിയമസഭയുടെ കാലാവധി. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞ 3 ദിവസങ്ങളിലും BJP MLA-മാരുടെ യോഗം ചേർന്നെങ്കിലും തീരുമാനമുണ്ടായില്ല. ഭരണഘടനയിലെ 174 ക്ലോസ് 1 വകുപ്പ് അനുസരിച്ച് നിയമസഭയുടെ ഒരു സമ്മേളനം കഴിഞ്ഞ് 6 മാസം തികയും മുമ്പ് അടുത്ത സമ്മേളനം ചേരണം. അപ്പോൾ ഒരു GK ഫാക്ട് കൂടിയാണ്. 174 ക്ലോസ് 1 എന്താണ്? 1 എന്ന് പറയുന്നത് വകുപ്പ് അനുസരിച്ച് നിയമസഭയുടെ ഒരു സമ്മേളനം കഴിഞ്ഞ് 6 മാസം തികയും മുമ്പ് അടുത്ത സമ്മേളനം ചേരണം. മണിപ്പൂർ നിയമസഭ ചേരുന്നതിനുള്ള അനുവദനീയ സമയപരിധി കഴിഞ്ഞ 11-ന് അവസാനിച്ചിരുന്നു. ഭരണഘടനാ ലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നതായി മണിപ്പൂർ കോൺഗ്രസ് പ്രസിഡന്റ് K. മേഘചന്ദ്ര MLA പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണത്തിനുള്ള ഉത്തരവ് ഉണ്ടായത്. അപ്പോൾ ഈ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച നടപടിയെ കുക്കി സംഘടനകൾ സ്വാഗതം ചെയ്തു. ഇത് 11-ാം തവണയാണ്. ഇത് ഒരു GK ഫാക്ട് തന്നെയാണ്. 11-ാം തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇതോടെ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാവുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും മണിപ്പൂരാണ്. ഈ ഒരു ഒറ്റ പേപ്പർ കട്ടിങ്സിൽ നിന്ന് നമുക്ക് ഒത്തിരി GK ഫാക്റ്റും കൂടി കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഡോക്ടർ മാധവ ഭട്ടതിരി അന്തരിച്ചു. പ്രശസ്ത മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനാണ്. നൊബേൽ സമ്മാന ജൂറി അംഗമായിരുന്ന മലയാളിയാണ്. സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ബയോകെമിസ്ട്രി ആണ്. പ്രശസ്ത മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനും 1985 നൊബേൽ സമ്മാന ജൂറി അംഗമായിരുന്ന ചെങ്ങന്നൂർ ഇടവൂർ മഠത്തിൽ മാധവ ഭട്ടതിരിയാണ് അന്തരിച്ചത്. അഴിമതിയിൽ മുന്നിൽ സൗത്ത് സുഡാൻ, ഏറ്റവും പിന്നിൽ ഡെൻമാർക്ക്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 96 ആണ് ഇന്ത്യയുടെ റാങ്ക്. പാകിസ്ഥാന് 135. അപ്പോൾ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ നടത്തിയ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ഡെൻമാർക്ക് ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമായിട്ട് പറയുന്നു. സൗത്ത് സുഡാനാണ് ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യം. 13 സർവേകളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയത്. ലോക സാമ്പത്തിക ഫോറം തുടങ്ങിയവയിൽ നിന്നുള്ള വിവരങ്ങളും പട്ടിക തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അഴിമതിയിൽ മുന്നിൽ സൗത്ത് സുഡാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 96, പിന്നിൽ ഡെൻമാർക്കാണെന്ന് ഓർക്കുക. ഇന്ന് പുൽവാമ ദിനം. ധീര രക്തസാക്ഷിത്വത്തിന് 6 വയസ്സ്. കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF സേനാംഗങ്ങളുടെ ധീര രക്തസാക്ഷിത്വത്തിന് ഇന്ന് 6 വയസ്സ്. 2019 ഇതേ ദിവസമാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഭീകരാക്രമണത്തിൽ സൈനികർ വീരമൃത്യു വരിച്ചത്. മെഡൽ നില തെറ്റി. ദേശീയ ഗെയിംസ് കേരളം 14-ാം സ്ഥാനത്ത്. കേരളത്തിൻ്റെ ആകെ മെഡൽ നേട്ടം 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. സമാപന ചടങ്ങ് ഇന്ന് വൈകിട്ടാണ് നടക്കുക. അപ്പോൾ ഫസ്റ്റ് സർവീസസ് ആണ്, സെക്കൻഡ് മഹാരാഷ്ട്രയാണ്, തേർഡ് ഹരിയാനയാണ്. കേരളം 14-ാം സ്ഥാനത്താണ്. മെഡൽ നിലകളൊന്നും നോക്കുക. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. 2025 ഫെബ്രുവരി 10-ന് UAE ദുബായിൽ വെച്ചിട്ടാണ് ലോക ഗവൺമെൻറ് ഉച്ചകോടി വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നത്. 2025 ആരംഭിച്ചു. ഭാവി ഗവൺമെൻറ്റുകളെ രൂപപ്പെടുത്തൽ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ 12ാമത് ഉച്ചകോടി നടക്കുന്നത്. 30-ലധികം രാഷ്ട്രതലവന്മാർ പങ്കെടുത്ത അഭൂതപൂർവമായ അന്താരാഷ്ട്ര പങ്കാളിത്തം ഇതിൽ നേടിയിട്ടുണ്ട്. അപ്പം 2025 ഈ ഒരു ദുബായിൽ വെച്ചിട്ടാണ് ലോക ഗവൺമെൻറ് ഉച്ചകോടി നടക്കുന്നത് എന്ന് ഓർക്കുക. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലായി ഇന്ത്യ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടിട്ടുണ്ട്. ജർമ്മൻ വാച്ചിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1993-നും 2022-നും ഇടയിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട 6ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നു. ഇന്ത്യയിലെ ജലക്ഷാമം നേരിടുന്നതിനായി 2022 ഏപ്രിലാണ് മിഷൻ അമൃത് സരോവർ ആരംഭിച്ചത്. 2025 ജനുവരി വരെ ഈ സംരംഭം 68,000-ലധികം കുളങ്ങൾ വിജയകരമായി നിർമ്മിക്കുകയോ പുനരുജ്ജീവിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് പ്രാരംഭ ലക്ഷ്യത്തേക്കാൾ വളരെ കൂടുതലാണെന്ന് അറിയാം. 75 കുളങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. എന്താണ് ഈ മിഷൻ അമൃത് സരോവർ എന്ന് ചോദിച്ചാൽ അത് ജലക്ഷാമം നേരിടുന്നതിന് വേണ്ടിയിട്ട് കുളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്.
2023 ഒക്ടോബറിൽ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച 2 സംരംഭങ്ങളാണ് ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം, എക്കോമാർക്ക് സ്കീം. വ്യക്തികൾ, സമൂഹങ്ങൾ, ബിസിനസ്സുകൾ എന്നിവയ്ക്കിടയിൽ പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പരിപാടികൾ ലക്ഷ്യമിടുന്നു. ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമും എക്കോമാർക്ക് സ്കീമും. അടിസ്ഥാന സൗകര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സംരംഭമാണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 2015 സ്ഥാപിതമായ ഇത് രാജ്യത്തെ വിവിധ പദ്ധതികൾക്കായി അന്താരാഷ്ട്ര മൂലധനം ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 2015 സ്ഥാപിതമായത്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും മാർസെയിലെ മസാർഗസ് യുദ്ധ സെമിത്തേരി സന്ദർശിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 900 ഇന്ത്യൻ സൈനികർക്ക് അവർ ആദരാഞ്ജലി അർപ്പിച്ചു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേസിംഗ് ആൻഡ് റിട്രീവൽ അസിസ്റ്റൻസ് മിത്ര എന്ന പേരിൽ ഒരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു. അപ്പോൾ മിത്ര എന്ന പേരിൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. നിഷ്ക്രിയമോ ക്ലെയിം ചെയ്യാത്തതുമായ മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ട്രാക്ക് ചെയ്യുന്നതിന് നിക്ഷേപകരെ സഹായിക്കുക എന്നതാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന നഗരം ഏതാണ്? ആൻസർ ദുബായ്, UAE ആണ്. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ആൻസർ കർണാടകയാണ്. ഏത് നദിയിലാണ് അപൂർവ മുതല ക്യാറ്റ്ഫിഷ് അടുത്തിടെ കണ്ടെത്തിയത് ചോദിച്ചാൽ ബഗിനി, ഗുവാഹത്തി. പഞ്ചായത്ത് വികസന സൂചിക റിപ്പോർട്ട് ഏത് മന്ത്രാലയമാണ് പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.